ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്യത്യസ്ത തരം പച്ചമുളക് ചെടിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ഉജ്ജ്വല എന്നാണ് കേട്ടോ. ഉജ്ജ്വലയുടെ തന്നെ കാന്താരി മുളകും ഉണ്ട്, പച്ചമുളകും ഉണ്ട്. ഇത് നമ്മുടെ കറിയിലിടുന്ന പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാവില്ല, കാന്താരിനെക്കാട്ടിലും കുറച്ചും കൂടി നീളത്തിൽ വലുതാവും. കണ്ടോ, ഇതൊക്കെ പഴുത്തു തുടങ്ങി. ഇത്രയും വലുപ്പമാണ് ഇതിന് വെക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കൊലയിൽ തന്നെ കണ്ടമാനം, ഇത് കണ്ടോ, ഇതൊരു കൊല മുളകാണ്. അതിൽ ഒരു 8-10 എണ്ണം ഒരുമിച്ചിട്ട് മുളകുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെറിയ ചെടിയിൽ തന്നെ ഒത്തിരി മുളകുണ്ടാവും. സാധാരണ പച്ചമുളക് നമുക്ക് ഇങ്ങനെ താഴേക്ക് തൂങ്ങിയല്ലേ പച്ചമുളക് ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുകളിലോട്ട് കണ്ടോ, ഈ കാന്താരി മുളകൊക്കെ ഉണ്ടാകുന്ന പോലെയാണ് ഉണ്ടാവുക. ഒരു കൊലയിൽ തന്നെ ഒത്തിരി എണ്ണം ഉണ്ടാവുകയും ചെയ്യും. വളരെ ചെറിയ പച്ചമുളകിൻ്റെ തൈ ആയിരിക്കും. ഒത്തിരി വലിപ്പം വയ്ക്കുന്ന തൈകളല്ല ഇതിൻ്റെ. വളരെ ചെറിയ തൈകളിൽ തന്നെ പെട്ടെന്ന് കായ്കളുണ്ടാകുന്ന ഒരു ടൈപ്പ് പച്ചമുളകാണ്. അപ്പോൾ ഇത് ഞാനൊരു കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പച്ചമുളക് ഉജ്ജ്വല കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഉജ്ജ്വല കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി മുളക് കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളകിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാ സമയത്തും പച്ചമുളക് നമുക്ക് കൃഷി ചെയ്യാം. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് പച്ചമുളക്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ ഈ മഴ സമയത്തെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് പൂക്കളൊക്കെ പിടിക്കും. എന്നുവെച്ചാൽ ഈ മഴ പെയ്ത് ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവില്ലല്ലോ. പച്ചമുളക് നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ തറയിൽ മണ്ണിലോ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാ നഴ്സറികളിലും തന്നെ കിട്ടും കേട്ടോ. ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ടുള്ള പച്ചമുളകിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. വളരെ നിസ്സാര വിലയുള്ളൂ. നമുക്ക് നട്ട് വളർത്താനും മറ്റ് പച്ചമുളക് പോലെ തന്നെയാണ്. സാധാരണ പോട്ടി മിക്സ് തന്നെ മതി. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 നേരം നനച്ചു കൊടുക്കണം. നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ മുളക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ഒരു താങ്ങായിട്ട് ഞാനിതൊരു PVC പൈപ്പാണ് കേട്ടോ കുത്തി കൊടുത്തത്. ഇത് കണ്ടോ, ഇത് ചെറിയ തൈയല്ലേ, നിറച്ച് മുളക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് വളഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു താങ്ങ് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ PVC പൈപ്പ് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പടർന്ന് പന്തലിച്ച് വരുന്ന മുളകല്ല, ഇതിങ്ങനെ കുറ്റിയായിട്ട് നിന്നിട്ട് ഒത്തിരി മുളകുണ്ടാകുന്ന ഒരു ടൈപ്പ് മുളകാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്